ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. അപ്പോൾ ഇന്നെല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് ഡേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് പോലെ ഇനി കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉച്ച വരെയാണ് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പം നമ്മൾ അതിനിരിക്കാൻ നിന്നില്ല, എന്തായാലും വേഗം വീട്ടിലെത്താം. അത് മാത്രമല്ല നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയേർഡാവും കേട്ടോ വീടെത്തുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ക്ലാസ് ഇല്ല ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴഞ്ഞ് സ്കൂട്ടായി. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് നേരം നേരത്തെ ഇനി റെസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ബസ്സൊക്കെ കയറി കോളേജിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം ഞങ്ങൾ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെക്കേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ബസ്സിൽ വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഇരുന്ന് പോവാം. പിന്നെ കുറേ സീറ്റുകൾ കാലിയായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് പേര് കയറും, ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങും. ആ ഒരു മോഡലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. കുറച്ച് അങ്ങോട്ട് ലോങ് ആയിട്ട്, അതായത് ടൗണ് വരെയൊക്കെ പോകാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ 3 ഫ്രണ്ട്സ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ബായ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് ബായ് കൊടുത്തു. അപ്പോൾ അവർക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നുള്ള ബസ് കയറാം. അയ്യന്തോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, തൃശ്ശൂർക്കാർക്ക് അറിയാമായിരിക്കാം. ഹൈക്കോട്ടല്ല അല്ലേ, കോടതിയും അതുപോലെ കളക്ടറേറ്റും അയ്യന്തോളിലാണ് കേട്ടോ. ഹൈക്കോട്ട് എറണാകുളത്താണ്, തെറ്റിപ്പോയതാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ അവർ പോയിട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരിക്കണം. എൻ്റെ അപ്പുറത്ത് വേറെ ഒരാളുടെ ഫ്രണ്ടല്ല കേട്ടോ, അത് തന്നെ ഞാൻ പോസ്റ്റാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖം പെടാണ്ടിരിക്കാൻ എൻ്റെ കലാവിരുതുകളാണ് നിങ്ങൾ കാണുന്നത്. എന്നാലും എൻ്റെ മുഖം കാണണ്ടേ. ഓക്കെ, അപ്പോൾ അപ്പുറത്തേയും പെടരുത്, എന്നെ പെടുകയും ചെയ്യണം എന്നൊക്കെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് കണ്ടോ, ലേറ്റ് അടിക്കുന്നത് കണ്ടോ. ഞാൻ റൈറ്റ് സൈഡിലും ചെന്നിരുന്നു. പക്ഷേ ചില്ല് ഇട്ട കാരണം ഉണ്ടല്ലോ, നമുക്ക് ലേറ്റ് അടിക്കുമെങ്കിലും വെയിൽ അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചില്ലടച്ചിട്ടു. പക്ഷെ നല്ല വെയിൽ കണ്ടോ ക്യാമറയ്ക്ക് വരുന്നത്. പക്ഷേ ക്യാമറയിൽ നല്ലതാണ്, പക്ഷെ ഞാൻ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് കറക്റ്റ് നമ്മുടെ ഫേസിന് ഓപ്പോസിറ്റൊക്കെ പിടിച്ചിരുന്ന ആൾക്കാർ കാണില്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ചമ്മലൊക്കെ എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഇരുന്ന് കാണുകയും ചെയ്യണം. റിക്വസ്റ്റാണ്, കേൾക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ലാൻഡ് ചെയ്തു, തൃശ്ശൂർ ടൗൺ എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ തേക്കിൻകാട് മൈതാനം, അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം മെയിലാണ് കേട്ടോ. തൃശ്ശൂർ പൂരം നടക്കണ ഗ്രൗണ്ടാണിത്. ഗ്രൗണ്ട് എന്നൊന്നും ഞങ്ങൾ പറയാറില്ല, എന്നാലും എല്ലാവർക്കും വേണ്ടി ഗ്രൗണ്ട് എന്ന് പറയണു. ഒറിജിനലി ഇതിനെ തേക്കിൻകാട് മൈതാനം എന്നാണ് പറയുക. പിന്നെ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ പേര് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനും ഇങ്ങനെ കുറേ ടൈം പാസിനും സ്പെൻഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നെഹ്റു പാർക്ക് ഉള്ളത്. അങ്ങനെ ഒക്കെ ഒരു ചുറ്റുവട്ടത്താണ് സൂ ഉള്ളത്. സൂ ഇതിൻ്റെ അപ്പുറത്തല്ല, കുറച്ചൊക്കെ പോകണം കേട്ടോ. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കണ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തിട്ട് നമ്മൾ. അപ്പം നമ്മൾ അതിന് ചുറ്റുമാണ്, അതായത് വടക്കുംനാഥ ടെമ്പിളിന് ചുറ്റുമാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ഉള്ളത് കേട്ടോ. ആ റൗണ്ടിൽ ചുറ്റിയിട്ടാണ് മിക്ക ബസ്സും പോവുക. അപ്പോൾ എനിക്കും ഇറങ്ങാറായിട്ടുണ്ട്. അപ്പം ഞാൻ ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബസ് ഇപ്പോൾ ഏകദേശം കാലിയായി തുടങ്ങി കേട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പ് എത്താറായി. അപ്പം ഞാനും ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇറങ്ങാണ്ട് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങിയത്. സത്യം പറയാച്ചാൽ ഇപ്പം എനിക്ക് ബസ്സില്ല, ഞാൻ ഒരു 20 മിനിറ്റ് നേരത്തെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് വൈകിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇത്തിരി പീരീഡ് കൂടുതലായിരുന്നു. അത് കാരണം നമുക്ക് ആ സമയത്ത് ബസ് ഉണ്ടായിരുന്നില്ല സ്റ്റാൻഡിൽ നിന്ന്, ടൗണിൽ നിന്ന്. അത് കാരണം നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ വടക്കേ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. തൃശ്ശൂർ മെയിനായിട്ട് 2 സ്റ്റാൻഡ് ഉണ്ട്, ശക്തൻ സ്റ്റാൻഡ്, വടക്കേ സ്റ്റാൻഡ്. അതിൽ ഞാൻ വടക്കേ സ്റ്റാൻഡിൽ എനിക്കിപ്പോൾ ഈ സമയത്ത് ബസ്സുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു. അവിടെ കുറച്ച് ചെയറഞ്ഞേ ഉള്ളൂ, മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാനായിട്ട് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സൈഡിലാണ് ബസ്സുള്ളത്. അത് കാരണം ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി അവിടെ വെയിറ്റിംഗ് ഷെഡിലിരുന്ന് അത് വേണ്ട ചെയ്യുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് സീറ്റുകളുണ്ട്, പക്ഷെ അപ്പുറത്തെ സൈഡിൻ്റെ അത്ര ഇല്ല, പരിമിതമായിട്ടുള്ള സീറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് തട്ടുകടകളാണ്. ചിലത് പക്ഷേ അടച്ചിട്ടേക്കാണ്. ആ നീല ഷട്ടറൊക്കെ ഉണ്ടോ,
അതൊക്കെ തുറക്കാറുണ്ട്. പക്ഷേ ഇന്ന് അടച്ചിട്ടേക്കാണ്. ഞങ്ങൾ ഒരു തവണ അവിടെ നിന്ന് എന്തോ കഴിച്ചിട്ടുണ്ട്. പഴംപൊരിയല്ല, എന്താ കഴിച്ചേക്കണേ, പരിപ്പ് വട കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ അവിടുത്തെ. വലിയ വിലയൊന്നുമില്ല, 8 രൂപയോ 10 തോന്നുന്നു, 8 രൂപ എങ്ങാണ്ടാണ്. പിന്നെ ഇപ്പോൾ വടക്കേ സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് കൂറ സ്റ്റാൻഡായിരുന്നു, ഇപ്പം നല്ല ഭംഗിയാണ്. അതുപോലെ ശക്തൻ്റെ അവിടുത്തെ ബ്രിഡ്ജില്ലേ, അതുപോലത്തെ ആകാശപാത പറയും, ആ ലെവലൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ബ്രിഡ്ജാട്ടോ. ശരിക്കും സ്കൂൾ പിള്ളേരാണ് അത് യൂട്ടിലൈസ് ചെയ്യണത്. അതുപോലെ ഞാൻ കോളേജ് പിള്ളേരും ഫ്രണ്ട്സായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ഒരു ബ്രിഡ്ജാണത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബസ് വരാറായി. പിന്നെ അതുകൊണ്ട് ആ പിങ്ക് കാറ് കണ്ടു, അതാണ് നമ്മുടെ പിങ്ക് പോലീസാണ് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുക വെച്ചാൽ അവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ച് കാര്യം അന്വേഷിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു പൊളി ടീമാണ്. അതെന്നും ഇവിടെ വരും കേട്ടോ, മിക്ക ദിവസം വരും. പിള്ളേരൊക്കെ വെറുതെ ഇങ്ങനെ വീട്ടിൽ പോകാണ്ട് ബസ് വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചിലർക്ക് അവരുടെ അടുത്തൊക്കെ പോയിട്ട് വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു അങ്ങനെ വിളിക്കുന്നത്, അതാണ് ഞാൻ ഷുവറായിട്ട് പറഞ്ഞത്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വെച്ചിട്ട് എന്നെ പരിചയമുള്ള ഒരു കുട്ടീനെ കിട്ടിയിട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ഫോൺ ഏൽപ്പിച്ചിട്ട് എൻ്റെ 2 ക്ലിപ്പ് എടുത്ത് തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ ഞാൻ ഫോട്ടോയൊക്കെ എടുപ്പിക്കാൻ കേട്ടോ ആ കുട്ടിയോട്. പിന്നെ ദേ നോക്കൂ ഒരു പറവ എന്നല്ല പറയുന്നത്, ദേ നോക്ക് ആ സാധനങ്ങളൊക്കെ എടുക്ക് എന്ന് പറയാണ്. അല്ലെങ്കിൽ എൻ്റെ സെൽഫി മുഖം മാത്രം കിട്ടിയ അത്ര ലുക്കൊന്നുമില്ല. അപ്പം മര്യാദയ്ക്ക് എടുത്തു തരാൻ ആ കുട്ടിയോട് പറയണം. ആ കുട്ടി നല്ല രസത്തിൽ എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ആ കുട്ടിയുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, പറയണ്ട അച്ചു. ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ, നീ പേര് പറയണ, വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഈ വടക്കേ സ്റ്റാൻഡിൽ കുറച്ച് നാളായിട്ട് വന്നൊരു സാധനമാണ് കേട്ടോ, ആ പിങ്ക് കളറുള്ളത്. ഇതൊരു വേസ്റ്റ് കൊട്ടയാണ് ഗൈസ്. ഇത് തൃശ്ശൂർ റൗണ്ടിൻ്റെ പല സ്ഥലത്തുമായിട്ട് ഇതിങ്ങനെ ഞാൻ വെച്ച് കണ്ടു കേട്ടോ. ഭയങ്കര നല്ല ഏർപ്പാടാണ്, എനിക്കിഷ്ടമായി. ഇതാകുമ്പോൾ ഒരു അട്രാക്റ്റീവും ഉണ്ട്. അതുപോലെ ഞാൻ കണ്ട ഒരു കുപ്പിയുടെ ഷേപ്പിൽ ഒരു മെറ്റൽ ഇരുമ്പ് പോലത്തെ ഒരു സാധനത്തോണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിൽ ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ വന്ന് അതിൽ വേസ്റ്റ് ഇടുന്നുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ഇടുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് വന്ന് നമ്മളിപ്പോൾ വീടെത്താറായിട്ടോ. അപ്പം വീടെത്താറായ സ്റ്റോപ്പായ കാരണം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റി. ഇത് ഒരു സന്ധ്യ നേരം ആവാറായി. അത് കാരണം ആൾക്കാരും ഭയങ്കര അധികമായിരുന്നു. സ്റ്റുഡൻസ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റുഡൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്താറായപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ ഞാനവിടെ കയറിയിരുന്നു. ഈ സമയത്ത് അധികം ആൾക്കാർ പിള്ളേരാരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഉണ്ട്. എനിക്ക് ഇറങ്ങാറായിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞ്. അപ്പോൾ ഇത് റിട്ടേണുള്ള ബസ്സാണ്, തിരിച്ച് ടൗണിലേക്ക് പോണ ബസ്സാണ്. അപ്പോൾ ആൾക്കാരെ കയറ്റുകയാണ്. തിരിച്ച് വരുമ്പോൾ വേണ്ട, ഇപ്പോൾ കയറിക്കോളാൻ പറഞ്ഞ് കണ്ടക്ടർ വിളിച്ച ആൾക്കാരെ കയറ്റുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഈ സംഭവം, കുറച്ച് നേരം ഈ ബസ് നിർത്തിയിട്ട് വെച്ചിട്ട് ഞാൻ എന്തോ സംഭവിച്ചിട്ട് ഞാൻ നോക്കുകയാണ് തിരിഞ്ഞ് നിന്ന്. അപ്പോൾ ഇതായിരുന്നു സംഭവം. പിന്നെ നമുക്ക് ഇറങ്ങാറായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചൂടിനെക്കാട്ടും വൈകിട്ട് വീട്ടിൽ പോണതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ചൂടത്ത് പോയി, അതായത് ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ നമ്മൾ പൊള്ളിപ്പോണ അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ വീട് എത്താറായിട്ടോ ഗൈസ്. നമ്മൾ ബസ് ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ കണ്ടോ മറ്റേ ഓട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടേക്കാണ്. ഈ ഭാഗത്തൊക്കെ കുറേ മതിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പല പാർട്ടികളുടെയും. അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഞാൻ വീടെത്താറായി. അപ്പോൾ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ.